സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു വീഡിയോ എന്താണെന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു അടിപൊളി റെഡിയും കോഡ് ഏണിംഗ് ആപ്ലിക്കേഷനും ആ ഒരു ആപ്പിൻ്റെ അതിലും അടിപൊളിയുള്ള ഒരു ട്രിക്കുമാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഞാൻ ഇന്ന് വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇന്ന് ലോഞ്ച് ആയ ഒരു ആപ്പും അതിലുള്ള ആ ഒരു ട്രിക്കും കണ്ടപ്പം വിചാരിച്ച് ഇത് ഇന്ന് തന്നെ വീഡിയോ ചെയ്യണം, മേ ബി എക്സ്പയർ ആയി പോകാൻ ചാൻസ് ഉണ്ടെന്നും. അപ്പോൾ അത്രയ്ക്ക് അടിപൊളിയായുള്ള ഒരു ആപ്പും അതിലും അടിപൊളിയായുള്ള ഒരു ട്രിക്കുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എന്തായാലും ഒരു ആപ്പിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തും കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാം. അവർ ഏൺ ചെയ്യുന്ന കോയിൻസ് റെഡിയും കോഡായിട്ട് റെഡിയും ചെയ്യാം. ആ ഒരു റെഡിയും കോഡ് യൂസ് ചെയ്ത് ഫ്രീ ഫയർ പ്ലേയേഴ്സിന് ഡയമണ്ട്സോ എയർ ഡ്രോപ്പോ വീക്കിലി മന്ത്ലി മെമ്പർഷിപ്പോ എന്ത് വേണമെങ്കിലും എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആപ്പിലെ റെഡിയും കോഡ് മാത്രമല്ല, ഏൺ ചെയ്യുന്ന കോയിൻസ് നമുക്ക് യു പി അതായത് ജി പേ, ഫോൺ പേ, ബാങ്ക് അതിലോട്ടൊക്കെ ക്യാഷ് ആയിട്ട് വിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ അത്രയ്ക്ക് അടിപൊളിയുള്ള ഒരു ആപ്പാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ 2x ഇട്ടിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുന്ന എല്ലാവർക്കും ഉറപ്പാണ് 100% റെഡിയും കോഡ് ഈ ഒരു ആപ്പിൽ നിന്ന് കിട്ടിയിരിക്കും. എൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അത്രയ്ക്ക് പക്കയായിട്ടാണ് ഞാൻ പറയുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ ഇനി ഓരോന്നും പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തേക്കാം. നിങ്ങൾ ആ ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് വരും. ആപ്പിൻ്റെ പേര് ക്യാഷ് തഗ് എന്നാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇന്ന് ലോഞ്ച് ആയ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം അത്യാവശ്യം ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ, റേറ്റിംഗ് പോലും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നേരെ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ആണെങ്കിൽ അടിയിൽ സ്കിപ്പ് എന്ന് പറഞ്ഞ് കാണാം. അതോട് അവിടെ നിന്ന് പ്രസ് ചെയ്യാം. അക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു കണ്ടിന്യൂ ടു ഗൂഗിൾ എന്നുള്ളടുത്ത് പ്രസ് ചെയ്യുക. ഒരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഈസി ആയിട്ട് ഒരു ആപ്പിലോട്ട് നിന്ന് ലോഗിൻ ചെയ്തെടുക്കാം. സോ അങ്ങനെ ലോഗിൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ആപ്പിൽ കോയിനാണ് കാണിക്കാൻ പറ്റും. എൻ്റെ 1065 കോയിൻ കാണാൻ പറ്റും. അപ്പോൾ താഴെയുള്ള ലിങ്കിൽ കൂടെ കയറുന്ന എല്ലാവർക്കും 200 കോയിൻസ് ഈ ഒരു ആപ്പിൽ അതിന് ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്പിൽ കൂടുതൽ കോയിനും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ നോക്കാം. സോ ആപ്പിൽ ഒരുപാട് ഏണിംഗ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജാക്ക് പോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അവിടെ നമ്മുടെ സൂപ്പർ ഓഫേഴ്സ് ഒക്കെ ഇല്ലേ, അതുപോലുള്ള ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കും, അക്സെപ്റ്റിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നേരെ സെറ്റിംഗ്സിലോട്ട് പോകും. അവിടെ നിന്ന് ആ ഒരു പെർമിഷൻ ഒന്ന് അലോ ചെയ്യാം. സോ അതിനുശേഷം ബാക്ക് വരാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം 29 ടോക്കൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ അൺലോക്ക് ചെയ്ത് കോയിൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കറൻറ്റ്ലി 27 ടോക്കൺ സംതിങ് ആണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടോക്കൺസ് കിട്ടുകയെന്ന് കാണിച്ചു തരാം. സോ അതിനായിട്ട് നേരെ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ പ്ലേ ഗെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു പ്ലേ ഗെയിമിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാകും, ചുമ്മാ എന്തെങ്കിലും ആൻസേഴ്സ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ക്ലൈം എന്ന് പറഞ്ഞ് കാണിക്കും. ആ ഒരു ക്ലൈമിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു ആഡ് വരും. ആ ഒരു ആഡ് വാച്ച് ചെയ്യുന്നതിന് നമുക്ക് ആ ഒരു ടോക്കനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ഞാൻ വാച്ച് ചെയ്തു. സോ അതിനുശേഷം ഞാൻ വീണ്ടും സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാണ്. എന്തെങ്കിലും ആൻസർ സെലക്ട് ചെയ്തു, ആ ഒരു ക്ലൈമിൽ പ്രസ് ചെയ്തു. അടുത്ത ആഡ് വന്നു. ആ ഒരു ആഡ് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ 2 ടോക്കൺ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 29 ടോക്കൺസ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജാക്ക് പോട്ട് ഓപ്ഷൻ ഞാൻ പിന്നെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓപ്ഷൻ അൺലോക്കാം. ഇത് കംപ്ലീറ്റ് ചെയ്താൽ 179 കോയിൻ കിട്ടും. ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഈസി ആയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു വാച്ച് ആഡിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു ആഡ് വരും. ആ ഒരു ആഡിലുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് 2 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്നതിന് നമുക്ക് ആ ഒരു കോയിനും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വാച്ച് ആഡിൽ പ്രസ് ചെയ്തും നേരെ പ്ലേ സ്റ്റോറിലോട്ട് വന്ന് ആഡിൽ പ്രസ് ചെയ്തത് നേരെ പ്ലേ സ്റ്റോറിലോട്ട് വന്നും അവിടെ ഞാൻ ആ ഒരു ആഡിലുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 2 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. സോ അതിനുശേഷം നേരെ ആ ഒരു വെരിഫൈയിൽ പ്രസ് ചെയ്തും അപ്പോൾ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ ഒരു ക്ലെയിമിൽ പ്രസ് ചെയ്യുന്നു സ്പോട്ടിൽ തന്നെ ആ ഒരു കോയിൻസ് എനിക്ക് കിട്ടി. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ആപ്പിൽ കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രിക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ആപ്പിലുള്ള എല്ലാ ഏണിംഗ് ഓപ്ഷൻസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. സോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് ഇവിടുന്ന് കോയിനും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു ഏണിംഗ് ഓപ്ഷൻ എന്ന് പറയുന്ന അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഒരു പ്ലേ ടൈം എന്ന് പറയുന്നത്. ആ ഒരു പ്ലേ ടൈം ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്ലേ ടൈം ഗെയിംസിൻ്റെ സെയിം ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ കറൻറ്റ്ലി എനിക്ക് അത്യാവശ്യം നല്ല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അല്ല, നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങളുടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്കിപ്പോൾ ഓരോ ആപ്പിൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ഓരോ കോയിൻസ് കിട്ടുന്ന ഓഫേഴ്സ് ആണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോയിൻസ് ന്യൂ യൂസേഴ്സിന് 100 കോയിനും 50 കോയിനൊക്കെ ഓരോ മിനിറ്റിന് കിട്ടുന്ന ഓഫേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യാം. പ്ലേ നോയിൽ പ്രസ് ചെയ്യുക, പ്ലേ സ്റ്റോറിലോട്ടും അവിടെ നിന്ന് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കുന്നതിന് നമുക്ക് കോയിൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്ലേ ടൈം ഗെയിംസിൻ്റെ ഓപ്ഷനും എല്ലാവരും ചെക്ക് ചെയ്യാം. പിന്നെ തൊട്ടടി ടാസ്ക് പാർട്ട്നേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ്റെ ഇവിടെയാണ് നമ്മൾ ട്രിക്ക് വരുന്നത്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്നാലും പല കമ്പനികളുടെ ഓഫർ വാളുകൾ കാണാൻ പറ്റും. ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കോയിൻ ഏൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് അവൈലബിൾ ആണ്. സ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഫറൊന്നും കംപ്ലീറ്റ് ഉണ്ടാകും, ചുമ്മാ ഒരു ഓഫറിൻ്റെ ലിങ്ക് സ്ക്രിപ്റ്റിലോട്ട് ഇട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫർ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഒരുപാട് കമ്പനികളുടെ ഓഫർ വാളുകളുണ്ട്. അപ്പോൾ മറ്റുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് കോയിൻ ഏൺ ചെയ്യാം. പിന്നെ ഇവിടെ ടൈം വാൾ എന്ന് പറയുന്ന ഒരു ഓഫർ വാളുണ്ട്. അതിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഗെറ്റ് സ്റ്റാർട്ടിൽ പ്രസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ആപ്പില്ലേ ഈ ഒരു ക്യാഷ് ടാഗ് എന്ന് പറയുന്നത്, അതിൽ നിങ്ങൾ ഏത് ഗൂഗിൾ അക്കൗണ്ട് വെച്ചാണോ ലോഗിൻ ചെയ്തത് ആ ഒരു സെയിം ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഈ ഒരു ഓഫർ വാളിലും ഒന്ന് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്താൽ ഏറ്റവും അവസാനം ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അടിപൊളി ഏണിംഗ് ഓപ്ഷനാണ്. ആ ഒരു ക്ലിക്കിൽ പ്രസ് ചെയ്യാം. ക്യാൻസലോ ബ്ലോക്കോ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആ ഒരു ക്ലിക്കിൽ പ്രസ് ചെയ്താൽ സംഭവം കാണാം. 9 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ നമുക്ക് 33 കോയിൻ കിട്ടും. ആ ഒരു വ്യൂവിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റും ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം, ബാക്ക് അടിക്കാം, കോയിൻസ് നമുക്ക് കിട്ടും. അടുത്തത് വന്നിട്ടുണ്ട്. ആ ഒരു വ്യൂവിൽ പ്രസ് ചെയ്യുക. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ നമുക്ക് 16 പോയിന്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു ക്ലിക്കിൽ വ്യൂസ്, അതായത് ചെറിയ ആഡ് പോലെയുള്ള സംഭവമാണ്, അത് കണ്ടുകൊണ്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. നല്ലൊരു ഓപ്ഷനാണ്. ആ ഒരു
ഏൺ ചെയ്യുന്ന കോയിൻസ് വിഡ്രോയിൽ പ്രസ് ചെയ്ത് നമുക്ക് നമ്മൾ ഈ ഒരു ക്യാഷ് ടാഗ് ആപ്പിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാം, കോയിൻസ് ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാം. അതിനുശേഷം ക്യാഷ് ടാഗ് ആപ്പിൽ നമുക്ക് ഈസി ആയിട്ട് റെഡീം കോഡോ അല്ലെ UPIയിലോട്ട് ക്യാഷൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്തുകൊണ്ട് കോയിൻ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓഫർ വാളാണ് ഈ ഒരു ടൈം വാൾ എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക, നല്ല രീതിക്ക് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അടിയിലോട്ട് വന്നാൽ സർവേ ഓഫേഴ്സ് ഉണ്ട്. ഈ ഒരു സർവേ പാർട്ട്നേഴ്സിൽ ആ ഒരു സിയോളിൽ പ്രസ് ചെയ്യാം, കുറേ കമ്പനികളുടെ സർവേ ഓഫേഴ്സ് കാണാൻ പറ്റും. സർവേ എന്ന് പറഞ്ഞാൽ മറ്റുള്ള എന്താ പറയുക കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ആൻസർ ചെയ്തുകൊണ്ടും നല്ല രീതിക്ക് തന്നെ കോയിനും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്താൽ 10,500 കോയിനാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള സർവേ കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ കോയിനും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ സെൻട്രലിൽ രണ്ടാമതൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് 70% കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് റെഫർ ചെയ്താൽ. സോ താല്പര്യമുള്ളവർ റെഫർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാം. പിന്നെ ലീഡർ ബോർഡിൻ്റെ ഓപ്ഷൻ ഓരോരുത്തർ 15,000 20,000 കോയിനൊക്കെയാണ് ഡെയിലി ഇവിടെ ഏൺ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഏൺ ചെയ്യാൻ പറ്റും. ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൽ വരും, ടോപ്പിൽ വന്നാൽ എക്സ്ട്രാ കോയിൻസ് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് എന്തായാലും ട്രിക്ക് നോക്കാം. സോ ട്രിക്ക് വരുന്ന നമ്മൾ ഈ ഒരു ടാസ്ക് പാർട്ട്നേഴ്സ് എടുക്കാം. അപ്പോൾ ഇവിടെ പബ് സ്കെയിൽ എന്ന് പറയുന്ന ഓഫർ വാളിൽ ട്രിക്ക് യൂസ് ചെയ്യാം. വാൻ ആഡ്സ് മിക്ക ഓഫർ വാളിൽ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ അടിയിലോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാൻ ഡൈസൺ എന്ന് പറയുന്ന ഒരു സർവേ ഉണ്ട്, ചെറിയ സർവേ ആണ്, ഒരു 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ വിസ, അതുപോലെ തന്നെ സാംസങ്, അങ്ങനെ ഒരുപാട് സർവേകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പബ് സ്കെയിലിൻ്റെ ഓഫർ വാൾ എടുക്കുക, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പബ് സ്കെയിലിൻ്റെ ഓഫർ വാളും അതുപോലെയുള്ള സർവേ ഉണ്ട്, ബാക്കിയുള്ള എല്ലാ ഓഫർ വാളും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പബ് സ്കെയിൽ ഓഫർ വാൾ എടുക്കാം. മുകളിൽ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പ്രസ് ചെയ്താൽ സർവേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് ആ ഒരു അപ്ലൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സർവേ ഓഫേഴ്സ് മാത്രം ഇവിടെ ഷോ ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഡൈസൺ, സ്വീറ്റ്, അങ്ങനെ കുറേ സർവേസ് ഉണ്ട്. ഏകദേശം ഒരു 10-12 സർവേകൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്താൽ തന്നെ 12,000 കോയിൻസ് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ട്രിക്ക് യൂസ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഈ ഒരു ഒറ്റ ഓഫർ വാളുള്ള, അതുപോലെ വാൻ ആഡ്സ്, അങ്ങനെ വേറെ ഒരുപാട് കമ്പനികളുടെ ഓഫർ വാൾ ഉണ്ട്. അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കോയിൻ അടിക്കാം. അപ്പോൾ ഇതെങ്ങനെ നോർമലായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ജസ്റ്റ് അടിയിലുള്ള ആ ഒരു ഗെറ്റ് എന്ന് പ്രസ് ചെയ്യുക, ഏതെങ്കിലും ഒരു സർവേ എടുക്കാം, എന്നിട്ട് ആ ഒരു ഗെറ്റ് എന്നുള്ളൊരു പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചോദിക്കുക, ഒരു ബ്ലോക്ക് ക്യാൻസൽ അത് മാത്രം കൊടുക്കുക, അല്ലെ ആഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ 4 ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തെങ്കിലും ആൻസേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആൻസർ സെലക്ട് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ലോഡ് ആവും, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു സംഭവം ഒന്ന് ഇങ്ങനെ ലോഡാവും. ലോഡായതിനു ശേഷം ഇതുപോലെ ഒരു 9 ബോക്സ് വരും. അപ്പോൾ ആദ്യത്തെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല, രണ്ടാമത്തെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു റിവാർഡ് കിട്ടും. ആ ഒരു കണ്ടിന്യൂല് പ്രസ് ചെയ്യാം. ഈ ഒരു സൈറ്റിൽ സൈനപ്പ് ചെയ്യുക, ഇതാണ് ആക്ച്വലി ആ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് സൈനപ്പ് ചെയ്യാം. പക്ഷേ ഈ ഒരു മെയിൽ ID മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല, പക്ഷേ റിയൽ ആയിട്ടുള്ള ഒരു മെയിൽ ID ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു മെയിൽ ID കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ ഫേക്ക് ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മെയിൽ ID യൂസ് ചെയ്യാത്തൊരു മെയിൽ ID ജസ്റ്റ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് മാക്സിമം നിങ്ങൾ 2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. 30 സെക്കൻഡ് ആയാലും കുഴപ്പമൊന്നുമില്ല, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതായിരിക്കും നല്ലതും. സോ അതിനുശേഷം ബാക്ക് അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കോയിൻസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞാൻ കാണിച്ചു തരാം, കോയിനാണ് അതിൻ്റെ പ്രൂഫ് കാണിച്ചു തരാം. നേരത്തെ 1200 സംതിങ് കോയിനായി, ഇപ്പോൾ 1420 ആയിട്ട് കൂടിയിട്ടുണ്ട്. റിവാർഡ് സ്റ്റോർ ഓപ്പൺ ചെയ്തു, പബ് സ്കെയിൽ എന്ന് പറയുന്ന നേരം 176 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നേരെ പബ് സ്കെയിൽ ഓഫർ വാൾ ഓപ്പൺ ചെയ്യാം. ആ ഒരു ഫിൽറ്ററിൽ പ്രസ് ചെയ്ത് സർവേ കൊടുത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സർവേ ഓഫേഴ്സ് മാത്രം ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇനിയും കുറേ എണ്ണം കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ ഒരു കമ്പനിക്കായിരിക്കും. അതായത് ഈ ഒരു സർവേകളിൽ ഏതെങ്കിലും ഒരു സർവേ മാത്രം ഒരു ഡിവൈസിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ നിങ്ങൾ ബാക്ക് അടിക്കുക. ഓരോ സർവേ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ബാക്ക് അടിക്കുക. ക്രോം ബ്രൗസർ ആയിരിക്കും മിക്ക ആൾക്കാരുടെയും യൂസ് ചെയ്യാം. ക്രോമിലൊന്ന് ലോക്ക് പ്രസ് ചെയ്യുക, ക്ലിയർ ഡാറ്റ് ചെയ്യുക. ക്രോം ഒന്ന് ക്ലിയർ ഡാറ്റ് ചെയ്ത് കളയാം, എങ്കിലേ നമുക്ക് അടുത്ത ഓഫർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നേരെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇത് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല, ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. സോ അതിനുശേഷം നേരെ ഗൂഗിൾ എടുക്കാം. ഗൂഗിൾ എടുത്തതിന് ശേഷം ലോഡാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു മെയിൽ ID സെലക്ട് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ മെയിൽ ID ആയിരിക്കും ഉണ്ടാകും. ആ ഒരു മെയിൽ ID നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആ ഒരു മെയിൽ ID ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ക്രോമിൽ ലോഗിൻ ചെയ്യുമ്പോൾ സെയിം മെയിൽ ID കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഓൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ആ ഒരു ഓൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പം ആ ഒരു ഓപ്ഷനിലായിരിക്കും ആദ്യം വന്ന് നടക്കുക, ഫോൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനുശേഷം അടിയിലോട്ട് വന്നാൽ അഡ്വർടൈസിങ് ID റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുക, കൺഫേം ചെയ്യാം. ഈ ഒരു അഡ്വർടൈസിങ് ID വെച്ചിട്ടാണ് അവരെ നമ്മൾ ഓഫർ കംപ്ലീറ്റ് ചെയ്തില്ലെന്ന് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അഡ്വർടൈസിങ് ആയിട്ട് റീസെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് 2 തവണ എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. എന്നിട്ട് നേരെ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നേരത്തെ നമ്മൾ അഡ്വർടൈസിങ് ആയിട്ട് റീസെറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു മെയിൽ ID സെലക്ട് ചെയ്തില്ലേ, ആ ഒരു സെയിം മെയിൽ ID തന്നെ ഇവിടെ സെലക്ട് ചെയ്യുക, ഒരു കണ്ടിന്യൂവിൽ പ്രസ് ചെയ്യാം. എന്നിട്ട് നേരെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുക, പബ് സ്കെയിൽ ഓഫർ വാൾ എടുക്കുക, സർവേകൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ അടുത്തൊരു സർവേ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് സർവേനെ ജസ്റ്റ് ആ ഒരു വ്യൂവിൽ പ്രസ് ചെയ്തും ആ ഒരു സർവേ എനിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ ഇത്രയും സർവേ കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് കുറേ പുതിയ മെയിൽ IDകൾ വേണം. അതിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒന്ന് ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നേരെ ഗൂഗിൾ എടുത്ത് ടെമ്പ് മെയിൽ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബ്രൗസർ വരും, ആദ്യം തന്നെ ഒരു പേജിലും അതങ്ങ് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്താലും ഇവിടെ ലോഡ് ആയതിനു ശേഷം നമുക്ക് മെയിൽ IDകൾ ചുമ്മാ ഫേക്ക് ആയിട്ടുള്ള ഇഷ്ടം പോലെ മെയിൽ IDകൾ ഇവിടെ കിട്ടും. ജസ്റ്റ് കോപ്പി ചെയ്യാം. അങ്ങനെ നിങ്ങൾ കോപ്പി ചെയ്തതിനു ശേഷം ആ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അടിയിൽ വരിക, എന്നിട്ട് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്യാം. എന്നിട്ട്
പുതിയ മെയിൽ ഐ ഡി നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം മെയിലിനും ഒരു കുഴപ്പമില്ല. ആ ഒരു സൈറ്റിൽ ഇഷ്ടം പോലെ മെയിൽ ഉണ്ടാകും. അവരുടെ ഏതെങ്കിലും കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് അടുത്ത ഓഫർ എടുക്കാം, സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം, എന്തെങ്കിലും ആൻസേഴ്സ് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ബോക്സ് വരും, 2 ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടും. അത് കണ്ടിന്യൂല് പ്രസ് ചെയ്യാം, ഇനി സൈനപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ഫേക്ക് ആയിട്ട് കൊടുക്കും, ഒന്നും കറക്റ്റായിട്ട് കൊടുക്കണമെന്നില്ല. നേരെ നമ്മൾ കോപ്പി ചെയ്ത ഒരു മെയിൽ ഐ ഡി മാത്രം കറക്റ്റായിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ക്രിയേറ്റ് അക്കൗണ്ടിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ബാക്ക് അടിക്കാം, നമുക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ചെയ്യണ ഒരുപാട് മെയിൽ ഐ ഡി വേണം. പക്ഷേ ഈ ഒരു ടെമ്പ് മെയിൽ എന്ന് പറയുന്ന സൈറ്റിൽ ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ മെയിൽ ഉണ്ട്, അത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓഫർ കംപ്ലീറ്റ് ചെയ്യാം. അടുത്തതും കംപ്ലീറ്റ് ആയി റിവാർഡ് ഹിസ്റ്ററി കാണിച്ചു തരാം. പബ് സ്കെയിൽ എന്ന് പറയുന്ന പേരിൽ ആ ഒരു കോയിൻസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓരോ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനിയും സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. നേരെ എന്ത് ചെയ്യാം, അടുത്ത ഓഫർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോം ബ്രൗസർ ഒന്ന് ക്ലിയർ ഡാറ്റ് ചെയ്യാം. സോ അതിനുശേഷം സെറ്റിംഗ്സ് എടുക്കാം, അഡ്വർടൈസിംഗ് ആയിട്ട് റീസെറ്റ് ചെയ്യാം. അതിനുശേഷം നേരെ ക്രോമിൽ ഒന്നുകൂടെ ലോഗിൻ ചെയ്യാം. എന്നിട്ട് ഗൂഗിൾ എടുത്തതിന് ശേഷം ടെമ്പ് മെയിലിൽ പോയി പുതിയൊരു മെയിൽ ഐ ഡി കോപ്പി ചെയ്തെടുക്കാം. സെയിം പ്രൊസീജിയർ പബ് സ്കെയിൽ ഓഫർ വാർഡ് ഓപ്പൺ ചെയ്യാം. അടുത്ത ഓഫർ സെലക്ട് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം, കോയിൻ കിട്ടും. പിന്നെയും സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു 10-12 ഓഫർ ഉണ്ട്. എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് തന്നെ കോയിനും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ടാസ്ക് ഓഫേഴ്സ് എടുക്കാം. ആദ്യം നമ്മൾ പബ് സ്കെയിൽ എടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്യാം. വാൻ ആഡ്സ് എടുക്കാം, അതിലും സെയിം ഓഫേഴ്സ് ഉണ്ടാകും, കംപ്ലീറ്റ് ചെയ്യാം. ആഡ്സെൻ്റ് എടുക്കുക, കംപ്ലീറ്റ് ചെയ്യാം. ടൊറോക്സ് എടുക്കുക, കംപ്ലീറ്റ് ചെയ്യാം. ആഡ് ഗേറ്റിൻ്റെ ഉണ്ടാകും, അതിലും ഉണ്ട്, കംപ്ലീറ്റ് ചെയ്യാം. ലൂട്ടബിളിലും ഉണ്ട്. എല്ലാത്തിലും ഇതുപോലെയുള്ള സർവേ ഓഫേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 10-50 എണ്ണം മിനിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു കംപ്ലീറ്റ് ചെയ്യുന്ന കോയിൻസ് നമുക്ക് ഈസി ആയിട്ട് വാലറ്റിൽ പ്രസ് ചെയ്ത് റിഡീം ചെയ്യാം. UPI അതായത് GPay ഫോൺ ബാഗ് അതിലൂടെ ക്യാഷ് ആയിട്ട് വേണ്ടവർക്ക് UPI സെലക്ട് ചെയ്യാം. ഗൂഗിൾ പ്ലേ റെഡീം കോഡ് വേണ്ടവർക്ക് റെഡീം കോഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. 800 കോയിനായാൽ തന്നെ 10 രൂപേൻ്റെ റെഡീം കോഡ് എടുക്കാം. അങ്ങനെ മാക്സിമം നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് ഒറ്റയടിക്ക് 250 രൂപേൻ്റെ റെഡീം കോഡ് വരെ വിഡ്രോ ഉള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പം റീസെൻ്റ്ലി ലോഞ്ച് ആയ ആപ്പായത്, അതായത് ഇന്ന് ലോഞ്ച് ആയ ആപ്പായതുകൊണ്ട് തന്നെ വിഡ്രോ ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് പ്രൂഫ് എനിക്ക് കാണിക്കാനുള്ള. പക്ഷേ റെയിൽവേ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പക്കാ കമ്പനീൻ്റെ ഒരു ആപ്പാണ്. അതുകൊണ്ട് തന്നെ പേയ്മെൻ്റ് ഒക്കെ 100% വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ആപ്പും കൂടെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്പിൽ നിങ്ങൾ റെഡീം ചെയ്താൽ ഇവരുടെ തന്നെ വേറൊരു കമ്പനീൻ്റെ ഇവരുടെ തന്നെ വേറൊരു ആപ്പിൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് റെഡീം കോഡ് റെഡീം ചെയ്താൽ ക്ലെയിം എന്ന് പറഞ്ഞ് കാണിക്കും. ആ ഒരു ക്ലെയിമിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ ഇതുപോലെ കോഡ് വരും. ആ ഒരു കോഡ് ജസ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലും റെഡീം ചെയ്താൽ ആ ഒരു കോഡും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ലോഞ്ച് ആയ ആപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് പേയ്മെൻറ്റ് പ്രൂഫ് കാണിക്കാനായിട്ട് പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് പക്കയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്കും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൂടെ തേക്കാം. മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു ആപ്പാണ്, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ സ്റ്റാൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇതിൽ മികച്ച ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ